നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയോര ജനതയെ വഴിയാധാരമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താനൊരുങ്ങി ജില്ലയിലെ UDF നേതൃത്വം. നവംബർ 20 ചെറുതോണിയിൽ നടക്കുന്ന പരിപാടി UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ഡിസംബറിൽ വിചാരണ സദസ്സുകളും ജനുവരി 15 മുതൽ വാഹനജാഥയും പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിക്കുമെന്നും നേതൃത്വം. CHR വിഷയത്തിൽ ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുക, ഇടുക്കി ജനതയോടൊപ്പം നിൽക്കുന്ന LDF സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി DYFI ജില്ലാ കമ്മിറ്റി 20 രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ യുവജന കൂട്ടായ്മ നടത്തും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. ഉപ്പുതറ കിഴുകാനത്ത് ദുരിത ജീവിതം നയിക്കുന്ന ഈറ്റയ്ക്കൽ ചെല്ലമ്മ മാധവനെ സഹായിക്കുന്നതിനായി കൈകോർത്ത് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയത് ചെല്ലമ്മയുടെ ദുരിത ജീവിതം HCN വാർത്തയാക്കിയതിന് പിന്നാലെ HCN ഇമ്പാക്ട്. അയ്യപ്പൻകോവിൽ അയിരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക തീർത്തു നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി പ്രതിഷേധിച്ചു. ശമ്പളം കുടിശ്ശികയായതോടെ ഒരാൾക്ക് 1 ഏക്കർ തോട്ടം വീതം യൂണിയനുകൾ വീതിച്ചു നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സമരം ശക്തമാക്കുമെന്ന് ട്രേഡ് യൂണിയൻ നേതൃത്വം. വാർത്തകൾ വിശദമായി. മലയോര ജനതയെ വഴിയാധാരമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താനൊരുങ്ങി ജില്ലയിലെ UDF നേതൃത്വം. നവംബർ 20 ചെറുതോണിയിൽ നടക്കുന്ന പരിപാടി UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ഡിസംബറിൽ വിചാരണ സദസ്സുകളും ജനുവരി 15 മുതൽ വാഹനജാഥയും പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ സർക്കാരുകളും റവന്യൂ ഭൂമിയായി അംഗീകരിച്ച CHR വനഭൂമിയാണെന്ന് രേഖ സൃഷ്ടിച്ചത് പിണറായി സർക്കാരാണ്. 2018 സെപ്റ്റംബർ 6 വനംവകുപ്പ് റിപ്പോർട്ട്, 2022 മെയ് 7 സർക്കാർ തീരുമാനം, 2024 ജൂൺ 12 നിയമസഭാ റിപ്പോർട്ട് എന്നിവയെല്ലാം CHR വനഭൂമിയാണെന്ന് സർക്കാർ അംഗീകരിച്ചതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ഈ രേഖകൾ അമിക്കസ് ക്യൂറി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സർക്കാർ അഭിഭാഷകർ എതിർക്കാതിരുന്നത് സർക്കാരിന്റെ നിശബ്ദ അനുമതിയോടെയാണ്. സർക്കാർ രേഖകൾ തിരുത്തി യഥാർത്ഥ സ്ഥിതി കോടതിയെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ കർഷകരെ ഇറക്കിവിടുന്നതിനുള്ള വിധിയായിരിക്കും ഉണ്ടാവുകയെന്നും UDF നേതാക്കൾ പറഞ്ഞു. അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉത്തരവുകളും നമുക്കറിയാം. CHR ഭൂമിയുടെ കാര്യത്തിൽ CHR ഭൂമി എല്ലാ കാലവും റവന്യൂ ഭൂമിയായിരുന്നു. ആ ഭൂമി വനഭൂമിയാണ് എന്ന രേഖയുണ്ടാക്കിയത് പിണറായി സർക്കാരാണ്. 2018 സെപ്റ്റംബർ മാസം 6 തീയതി പുറത്തിറക്കിയ വനം വകുപ്പിന്റെ 2016-2017 വാർഷിക റിപ്പോർട്ടിലാണ് ആദ്യമായി ഈ ഭൂമി CHR ഭൂമി വനഭൂമി എന്നുള്ള ഒരു രേഖയുണ്ടാകുന്നത്. അങ്ങനെയാണ്. അതിനുശേഷം 2022 മെയ് മാസം 7 തീയതി ഗവൺമെന്റ് ഈ ഭൂമി വനഭൂമിയാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തീരുമാനമെടുത്തു. ആ തീരുമാനം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഗവൺമെന്റ് പിൻവലിച്ചു. എങ്കിലും ആ കാട് ഇപ്പോഴും വനം വകുപ്പിന്റെ കയ്യിൽ വനഭൂമിയാണ് എന്നുള്ള നിലയിൽ തന്നെ നിലനിൽക്കുകയാണ്. സർക്കാരിന്റെ വീഴ്ചയ്ക്കെതിരെ നവംബർ 20 ചെറുതോണിയിൽ നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. കൂടാതെ തുടർ സമരങ്ങളുടെ ഭാഗമായി ഡിസംബറിൽ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിചാരണ സദസ്സുകളും സംഘടിപ്പിക്കും. കൂടാതെ ജനുവരി 15 മുതൽ ജില്ലയിൽ വാഹനജാഥയും പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, UDF കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, തൊടുപുഴ നിയോജക മണ്ഡലം ചെയർമാൻ TS ഷംസുദ്ദീൻ, കൺവീനർ NI ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. CHR വിഷയത്തിൽ ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുക, ഇടുക്കി ജനതയോടൊപ്പം നിൽക്കുന്ന LDF സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി DYFI ജില്ലാ കമ്മിറ്റി 20 രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ യുവജന കൂട്ടായ്മ നടത്തും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസാണ് ജില്ലയിലെ ഭൂപ്രശ്നം സങ്കീർണമാക്കിയത്. CHR കേസിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് അനുകൂലമായി യാതൊരു നിലപാടും മുൻ UDF സർക്കാരുകൾ സ്വീകരിച്ചിരുന്നില്ല. കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹിയറിംഗിന് ഹാജരാകാൻ പോലും അന്നത്തെ AK ആന്റണി സർക്കാർ തയ്യാറായില്ല.
ജനജീവിതം ദുസ്സഹമാക്കുന്ന നിയമങ്ങളെല്ലാം UPA UDF സർക്കാരുകളുടെ സംഭാവനയാണ്. ജനവിരുദ്ധ കർഷക വിരുദ്ധ നിയമങ്ങളും നിലപാടും കൊണ്ടുവന്ന ജില്ലയിലെ ജനങ്ങളെ വഞ്ചിച്ചവരാണ് UDF സർക്കാരുകളെന്ന് നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ CHRുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ മുൻപ് എന്നാൽ ഒരു ഘട്ടത്തിലും CHR വിഷയത്തിൽ ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം നിൽക്കാനോ ജനങ്ങൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിലടക്കം വിവിധ ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ട് ഹാജരാകുന്നതിനോ അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കുന്നതിനോ മുൻ UDF ഗവൺമെൻറ്റുകൾ തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് അനുകൂലമായി ഈ വിഷയങ്ങളിലെല്ലാം ജില്ലയിലെ ഭൂപ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ CHRുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം നിലപാട് സ്വീകരിക്കുകയും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ എല്ലാ അർത്ഥത്തിലും പരിഹരിക്കുന്നതിന് വേണ്ടി ഭൂഭേദഗതി നിയമം സംസ്ഥാനത്ത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ പാസ്സാക്കുകയും അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ വ്യാപകമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ബോധപൂർവമായ കള്ളപ്രചരണങ്ങൾക്ക് ജില്ലയ്ക്കകത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CHR കേസിൽ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷനും കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം ജില്ലയിൽ ഉപാധിരഹിത പട്ടയം അനുവദിച്ചതു മുതൽ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയത് LDF സർക്കാരാണ്. എന്നാൽ ജനവിരുദ്ധ നിലപാട് തുടരുന്ന കോൺഗ്രസ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കം നടത്തുകയാണെന്നും DYFI നേതാക്കൾ പറഞ്ഞു. LDF ഗവൺമെന്റുകൾ 4 സത്യാങ്കുലങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രശ്നം സങ്കീർണമാക്കി തീർക്കുന്നതിനകത്ത് വണ്ടൻമേട് ഗ്രോവേഴ്സ് അസോസിയേഷന് വലിയ പങ്കുണ്ട്. അവർ കപട പരിസ്ഥിതി സംഘടനകളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഇടുക്കി ജനതയെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് വണ്ടൻമേട് ഗ്രോവേഴ്സ് അസോസിയേഷൻ ഈ CHR പ്രശ്നത്തിനകത്ത് കാണിച്ചിട്ടുള്ളതെന്നുകൂടി തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. വാർത്താസമ്മേളനത്തിൽ രമേശ് കൃഷ്ണൻ, S സുധീഷ്, B അനൂപ്, ഫൈസൽ ജാഫർ, ജോബി എബ്രഹാം, S രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഉപ്പുതറ കിഴുകാനത്ത് ദുരിതജീവിതം നയിക്കുന്ന ഈറ്റക്കൽ ചെല്ലമ്മ മാധവനെ സഹായിക്കുന്നതിനായി കൈകോർത്ത് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ. ചെല്ലമ്മയുടെ ദുരിതജീവിതത്തെ പറ്റിയുള്ള വാർത്ത കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയത്. HCN ഇമ്പാക്ട്. ഈ നിർധന കുടുംബത്തിന് സഹായ ഹസ്തവുമായിട്ടാണ് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഒരുപറ്റം ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങിയത്. വൈൽഡ് ലൈഫ് വാർഡൻ B പ്രദീപ് കുമാറിന്റെയും സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ സജിമോന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ചെല്ലമ്മയുടെ വീട്ടിലെത്തുകയും വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ ശുചീകരിക്കുകയും ചെല്ലമ്മയുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ചെല്ലമ്മ ഈറ്റയ്ക്കൽ മുല്ല എന്ന സ്ഥലത്തെ ആള് പൊള്ളലേറ്റ് കിടക്കുന്നു പറഞ്ഞ് നമ്മുടെ ഉരുമുപ്പന്മാർ അറിയിക്കുകയും ഈ ഉരുമുപ്പന്മാരും കിഴുകാനം ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫ് ഒത്ത് ഞാൻ ഇവിടെ വരികയും വന്ന് നോക്കിയപ്പോൾ ആ വലിയമ്മ ഒരു കൂടുതൽ പൊള്ളലേറ്റ് ചികിത്സയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സയിൽ വീട്ടിൽ തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അടിയന്തരമായിട്ട് ഞങ്ങൾ കുറച്ച് തുണികളും മറ്റ് ഭക്ഷണ സാധനങ്ങൾ, പായ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടിയന്തരമായിട്ട് അന്ന് തന്നെ എത്തിച്ചു കൊടുത്തു. അതിനുശേഷം ഇവരുടെ വീടിൻ്റെ ഒരു ശോചനീയാവസ്ഥ കണ്ടിട്ട് താമസയോഗ്യമല്ലാത്ത ആ സാഹചര്യത്തിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഞങ്ങൾ കുറച്ച് സിമെൻറ്റ്, മണൽ, പാറപ്പൊടി അതെല്ലാം മിസ്റ്റിലെല്ലാം കൂടെ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് മേടിക്കുകയും വെച്ചിരുന്ന് അത് അവരുടെ വീട് ഒരു വാസയോഗ്യമാക്കി കൊടുക്കുന്നതിനുണ്ട് പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം വീട്ടിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും വസ്ത്രങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചു നൽകി. കൂടാതെ ചെല്ലമ്മയ്ക്ക് ആവശ്യമായ വൈദ്യസഹായം കൂടി എത്തിച്ചു നൽകാൻ അധികൃതർ മുൻകൈയെടുക്കണമെന്ന് ഊരുമൂപ്പൻ രാമൻ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും എന്താ പറയുക ഞങ്ങൾക്കറിയില്ല, അതുപോലെ ഉള്ള ഒരു സിറ്റുവേഷനാണ് അവർക്ക് കിടക്കാനോ. വല്യമ്മ എന്ന് പറയുന്ന ആള് പൊള്ളി കിടക്കണം, ആരും നോക്കാനില്ലാത്ത ഒരവസ്ഥയാണ്. അയൽവക്കത്തെ ഒരാൾ മാത്രമാണ് അവരെ ആശ്രയിച്ചവർ. ഇപ്പോൾ എന്തായാലും അവർക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ടുണ്ട്. വേറെ ആരും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് പോയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കട്ടിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി സഹായങ്ങളുണ്ടായി. പിന്നെ ഞങ്ങൾക്ക് ഊരുമൂപ്പന്മാർക്ക് പറ്റുന്ന സഹായങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലാസ്റ്റാണ് ഈ തറ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമായത്. അതിന് നമ്മൾ സ്പോൺസറുണ്ടായിരുന്നു, നല്ലവരായ നാട്ടുകാരും ഞങ്ങളോടൊപ്പം സഹകരിച്ച് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഊരുമൂപ്പന്മാരുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെല്ലമ്മയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു നൽകിയത്.
അയ്യപ്പൻകോവിൽ ഐരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക തീർത്തു നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി പ്രതിഷേധിച്ചു. ശമ്പളം കുടിശ്ശികയായതോടെ ഒരാൾക്ക് ഒരേക്കർ തോട്ടം വീതം യൂണിയനുകൾ വീതിച്ചു നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സമരം ശക്തമാക്കാനാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ തീരുമാനം. ഐരുപാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക, ഗ്രാറ്റുവിറ്റി, ബോണസ് എന്നീ ഇനത്തിൽ 15 കോടിയോളം രൂപ തോട്ടം ഉടമ നൽകാനുണ്ട്. വർഷങ്ങളായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്തതിനാൽ ഇവരുടെ ജീവിതമേറെ പ്രതിസന്ധിയിലാണ്. പലതവണ തോട്ടം ഉടമയെ വിവരമറിയിച്ചെങ്കിലും ശമ്പള കുടിശ്ശിക നൽകാൻ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് തങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയതെന്ന് തൊഴിലാളികൾ പറയുന്നു. 40 வருஷத்துல 2 கட்டி சர்வீஸ் முடிச்சிருச்சு. இப்போ இந்த ஓனர் கிட்ட சர்வீஸ் இருக்கு. எங்களுக்கு 11, 12, 13 வருஷம் சர்வீஸ் இருக்கு. சம்பளம் கிடக்கு. 2 வருஷத்து போனஸ் இருக்கு. என் பிஎஃப் 2 லட்சம் கிடக்குது. எனக்கு கொடுக்காம இருக்கு சாரு. எங்களுக்கு ஒரு நல்ல முடிவு சொல்லு சாரு. நான் ஒத்தைக்கு இருக்குது. என் புருஷனா வயசாகி போச்சுன்னு கணக்கு முடிச்சு விட்டுருச்சு. തൊഴിലാളികൾ തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലായി കുടിൽ കെട്ടി ഒരേക്കർ ഭൂമി വീതം കൈവശപ്പെടുത്തി കൃഷികൾ ആരംഭിക്കാനാണ് തീരുമാനം. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് കുടിൽ കെട്ടി പ്രതിഷേധിച്ചതെന്നും തൊഴിലാളികൾ പറഞ്ഞു. 40 வருஷம் ஆச்சு. நாங்கள் பிள்ளாருக்கு கொச்சி பிள்ளாரு எல்லாம் வச்சிருக்கு. எஸ்டேட்டை இழுத்து மூடியாச்சு. முதலாளி நம்மளுக்கு ஒரு நல்லது சொல்லும்போது நாங்கள் இன்னி வரைக்கும் அவரை நினச்சி ஓர்மைப்பட்டு உட்காந்துருக்கோம் எஸ்டேட்டில் காற்று. இப்போ எங்களுக்கு கஞ்சிக்கு ஒன்றுக்கு வழி இல்லை, சாப்பாட்டுக்கும் இல்லை, பிள்ளாருக்கு ஒரு பால் வாங்க கூட காசு இல்லை. நாங்கள் உங்களை நம்பி இருக்கிறதுனால எங்களுக்கு ஏதாச்சும் ஒரு கோரிக்கை எங்களுக்கு செஞ்சு கொடுங்க. അടിയന്തരമായി വിഷയത്തിൽ മാനേജ്മെന്റ് ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഒരേക്കർ കുറയാത്ത ഭൂമി ഈ തൊഴിലാളികൾക്ക് വീതം വെച്ച് നൽകിക്കൊണ്ട് ഇന്നു മുതൽ മാനേജ്മെന്റ് വന്ന് ഇവിടെ വിഷയം തീർക്കുന്നതും വരെ പ്രത്യക്ഷ സമരത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ ഞങ്ങളിപ്പോൾ ഈ പ്ലോട്ട് തിരിച്ച് വീട് വെക്കുന്ന സമ്പ്രദായം. അപ്പോൾ ഞങ്ങളുടെ ഈ തൊട്ടുപുറയിൽ ഇപ്പം വീട് വെച്ച് കഴിഞ്ഞു. ഇനി ഓരോ പ്ലോട്ടുകളായിട്ട് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. ഇത് മുഴുവൻ പ്ലോട്ടുകളും തിരിച്ച് വീട് വെക്കും. 420 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിൽ 315 തൊഴിലാളികൾക്കാണ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഇനിയും ലഭിക്കുവാനുള്ളത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീ തൊഴിലാളിക്ക് പരിക്ക്. വണ്ടിപ്പെരിയാർ അരണക്കൽ AVT എസ്റ്റേറ്റിൽ മാട്ടുപ്പെട്ടി ഡിവിഷനിലെ തോട്ടത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ചിലമ്പരിശയ്ക്കാണ് പരിക്കേറ്റത്. തോട്ടത്തിലെ ജോലിക്കിടെ ഇവരെ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇവരെ കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ചേർന്ന് പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടുവിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റതായി ശിലംബരസി പറഞ്ഞു. ரொம்ப தூரம் முட்டி இழுத்துட்டு போச்சா இல்ல முட்டை மட்டும் தான் செஞ்சா? இடிச்சு கீழே தள்ளி போயிருச்சு. சரி சரி. പരിക്ക് ഗുരുതരമായതിനാൽ ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൂന്നാർ ടൗണിൽ കാട്ടുപോത്ത് ഇറങ്ങി. വൈകുന്നേരത്തോടെയായിരുന്നു GH റോഡിൽ കൂടി കാട്ടുപോത്ത് ടൗണിലേക്ക് ഇറങ്ങിയത്. കാട്ടുപോത്തിനെ കണ്ടതോടെ ആളുകളും ഭയന്നോടി. കാഞ്ഞാറിൽ ബസ് ബൈക്കിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൂവപ്പള്ളി തോട്ടത്തിൽ സമ്പത്തിന്റെ മകൻ വിഷ്ണു TS ആണ് മരിച്ചത്. ഒക്ടോബർ 3-ാം തീയതി മുട്ടം ടൗണിന് സമീപം വെച്ച് തൊടുപുഴയ്ക്ക് വന്ന തച്ചുപറമ്പിൽ എന്ന സ്വകാര്യ ബസ്സാണ് വിഷ്ണു ഓടിച്ചിരുന്ന ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരണം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അനിലാകുമാരിയാണ് വിഷ്ണുവിന്റെ അമ്മ. അഖിൽ സഹോദരനാണ്. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ആനച്ചാൽ ചിത്രപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് ഐഷയും കുടുംബവുമായിരുന്നു വീടിനരികെ കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്തു വന്നിരുന്നത്. കിണർ ഐഷയുടെ വീടിന് ഭീഷണിയും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതാണെന്നും കണ്ടെത്തിയതോടെയാണ് കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടായിരുന്നു ആനച്ചാൽ ചിത്തിരപുരം സ്വദേശിയായ ഐഷയും കുടുംബവും മുമ്പോട്ട് പോയിരുന്നത്. തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെയായിരുന്നു ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത്.
ഈ വിഷയത്തിലാണിപ്പോൾ ഐഷിക്കും കുടുംബത്തിനും ആശ്വാസമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത്. കിണർ നിർമ്മാണം കുടുംബത്തിന് ഭീഷണിയാണെന്നും അപകട സാധ്യത നിലനിൽക്കുന്നുവെന്നും കണ്ടെത്തിയതോടെയാണ് കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത്. കിണർ മൂടി റിട്ടേൺ വാളും കെട്ടി സുരക്ഷിതമാക്കി തരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് ജിയോളജി വകുപ്പിനും പിന്നെ വില്ലേജ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എഞ്ചിനീയറേയും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് സുരക്ഷിതമായിട്ട് കെട്ടി തന്നു കഴിഞ്ഞിട്ട് വീടിൻ്റെ ഡേഞ്ചർ മാറ്റി തരണമെന്ന് പറഞ്ഞു വിട്ടു. പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൊടുത്തില്ല. പിന്നെ ഇവരെന്താ പറയണമെന്ന് അറിഞ്ഞിട്ട് പഞ്ചായത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. വീടിനോട് ചേർന്ന് ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത രൂപം കൊണ്ടിരുന്നു. കിണറിന് വലിയ താഴ്ചയുണ്ട്. മഴ പെയ്തതോടെ കിണറ്റിൽ വെള്ളം നിറഞ്ഞു. അപകടാവസ്ഥയിലായ വീട് ഉപേക്ഷിച്ച് പോകുക എന്നതായിരുന്നു ഐഷിയുടെയും കുടുംബത്തിന്റെയും മുമ്പിലുണ്ടായിരുന്ന പോംവഴി. ഇതിനെ തുടർന്നാണ് ഇവർ പരാതി നൽകിയത്. ഈ പരാതിയിലാണ് കുടുംബത്തിന് ആശ്വാസം നൽകി കിണർ നികത്തി അപകട സാധ്യത ഒഴിവാക്കി നൽകണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത്. കുഞ്ഞുങ്ങളടക്കം 5 പേരായിരുന്നു കിണർ നിർമ്മിച്ചതോടെ അപകടാവസ്ഥയിലായ വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന 34ാമത് സംസ്ഥാന സബ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 14 ജില്ലകളിൽ നിന്നും പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 28 ടീമുകൾ മാറ്റുരച്ച സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ കാസർഗോഡും വനിതാ വിഭാഗത്തിൽ തൃശൂരും ചാമ്പ്യന്മാരായി. 24 വർഷത്തിനു ശേഷമാണ് സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പിന് ഇടുക്കി ജില്ല വേദിയാകുന്നത്. 14 ജില്ലകളിൽ നിന്ന് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 28 ടീമുകൾ മത്സരിച്ചു. സമാപന ദിവസം ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ വിഭാഗങ്ങളിലായി 16 മത്സരങ്ങളാണ് നടന്നത്. പാലക്കാടിനെ 40-നെതിരെ 51 പോയിന്റ് നേടി പരാജയപ്പെടുത്തിയാണ് കാസർഗോഡ് ഒന്നാമതെത്തിയത്. കോഴിക്കോടിനെ 28-നെതിരെ 35 പോയിന്റ് നേടി തൃശൂരും ജേതാക്കളായി. അതല്ലയോ ബാക്കിയേറിയ മത്സരമാണ് നടക്കുന്നത്. കോഴിക്കോടിന് വേണ്ടി 2ാം നമ്പർ താരം റൈഡ് ചെയ്യുന്നു. സമാപന യോഗത്തിൽ കബഡി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എൻ രാജേഷ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഷംനാദ് അലിയാർ സ്വാഗതം ആശംസിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്, കേരള കബഡി അസോസിയേഷൻ പ്രസിഡന്റ് എ ജയകുമാർ, സെക്രട്ടറി കെ കെ മുരളീധരൻ, ട്രഷറർ ഷിബു കെ പോൾ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ട്രോഫി സ്പോൺസർ ചെയ്ത ഡിവൈഎഫ്ഐ പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള ഡിവൈഎഫ്ഐ വാളാടി മേഖലാ കമ്മിറ്റി അംഗങ്ങളും കബഡി അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ അനുമോദിച്ചു. കബഡി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സുരേഷ്, ശ്രീരാം എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന കടമാക്കുഴിയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാനിരിക്കെ CPM അനാവശ്യമായാണ് സമരം നടത്തിയതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി. മേഖലയിൽ അധിവസിക്കുന്നവർ തന്നെ ഇടുന്ന മാലിന്യമാണ് കുമിഞ്ഞുകൂടി കിടന്നിരുന്നത്. അവിടെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ടാണ് CPM സമരപ്രകസനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ അധിവസിക്കുന്ന ആളുകൾ കൊണ്ടിടുന്നത് ഒരു മാലിന്യ കൂമ്പാരം എന്നുള്ളത് ശരിയായ നടപടിയല്ല. അത് മാറ്റുന്നതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരോഗ്യ വിഭാഗം പോയി അത് പരിശോധിച്ച് എൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പരിശോധിച്ച് അത് മാറ്റുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പെട്ടെന്ന് മാറ്റാൻ കഴിയാതെ വന്നത് കാരണം അത് ഒരു JCB വിളിച്ചുകൊണ്ട് പോയി ചെയ്യുമ്പം വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അസമയം അവിടെ റോഡിൻ്റെ പണി 2 ആഴ്ചയ്ക്കുള്ളിൽ വരിക. ആ റോഡ് പണിയുന്നതിനോടനുബന്ധിച്ച് അതിൻ്റെ മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞിട്ടാണ് ഇത്തരം ആളുകളുടെ മുമ്പിൽ മോശമാക്കാൻ വേണ്ടിയുള്ള സമര നടപടികൾ നടത്തിയത് ഒട്ടും ശരിയായില്ല എന്ന ഒരു അഭിപ്രായം വാർഡ് കൗൺസിലർ എന്ന നിലയിലും വൈസ് ചെയർമാൻ എന്ന നിലയിലുമുണ്ട്. CPM പൂപ്പാറ ലോക്കൽ സമ്മേളനം നടന്നു. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം ചെയ്തു.
അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ നടന്നുവരികയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് 2025 ഫെബ്രുവരിയിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുക. ഇതിനു മുന്നോടിയായിട്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷം ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നടന്നത്. പൂപ്പാറ ടൗണിൽ നടന്ന പ്രകടനത്തിന് ശേഷം മുതിർന്ന അംഗമായ MV കുട്ടപ്പൻ പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. ലോക്കൽ കമ്മിറ്റി അംഗം KN ശിവന്റെ നേതൃത്വത്തിൽ പൂപ്പാറ ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ നമ്മുടെ പാർട്ടി പ്രവർത്തിക്കുന്നത് മാർക്സിയ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, അല്ലേ? ആ സാമൂഹിക മാറ്റം മാനവിക സമൂഹത്തിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ദർശനമാണ് മാർക്സിയൻ ദർശനം. ആ മാർക്സിയൻ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശകാല പരിസ്ഥിതിക്ക് അനുസൃതമായി ഒരു വിപ്ലവ തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ വിപ്ലവം ഇന്ന് നടക്കുമോ നാളെ നടക്കുമോ എന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ? ഇല്ല. പക്ഷെ വിപ്ലവത്തിൻ്റെ സാഹചര്യം ഉണ്ടാവും. അതാണ് വിപ്ലവം സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. ആ വിപ്ലവത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഇന്ത്യൻ ജനതയെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വിപ്ലവ തന്ത്രം നമുക്കുണ്ടല്ലേ? ആ വിപ്ലവ തന്ത്രത്തിൻ്റെ പൂർത്തീകരണമായ ഘട്ടത്തിലേക്ക്, അതിൻ്റെ പ്രയോഗ ഘട്ടത്തിലേക്ക് നാം എത്തുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന അടവിലേക്കുണ്ട്. അതാണ് കൃത്യമായി എല്ലാ 3 വർഷക്കാലം കൂടുമ്പോൾ നമ്മൾ പാർട്ടി സമ്മേളനം, പാർട്ടി ബ്രാഞ്ച് സമ്മേളനം നടത്തി, അതിനുശേഷം ലോക്കൽ സമ്മേളനം നടത്തി, ശേഷം ജില്ലാ സമ്മേളനം, ഏരിയ സമ്മേളനം നടത്തി, പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തി പൂർത്തീകരിച്ച് പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുക. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദ്യകാല പ്രവർത്തകരെയും സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം VV ഷാജി, NR ജയൻ, ലിജു വർഗീസ്, സേനാപതി ശശി, VX ആൽബിൻ, MI സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM ഉപ്പതറ വളകോട് ലോക്കൽ സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ ഉദ്ഘാടനം ചെയ്തു. 16, 17 തീയതികളിലായി നടന്നുവന്ന സമ്മേളനമാണ് സമാപിച്ചത്. സമ്മേളനത്തിൽ വെച്ച് MU സതീശിനെ വളകോട് ലോക്കൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടന്നു. വളകോടിന്റെ രാജവീതികളെ ചുമപ്പണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ ഉദ്ഘാടനം ചെയ്തു. ജോമോൻ മാത്യു, MT സജി, R രവികുമാർ, ജെയിംസ് K ജേക്കബ്, K കരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യുവതലമുറയിലെ കുട്ടികളിൽ തപാൽ വഴി കത്തുകൾ എഴുതി അയക്കുക, സ്റ്റാമ്പ് ശേഖരണം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന യാദി അഗർ പദ്ധതിയുടെ ഭാഗമായി തപാൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മൂന്നാർ നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെത്തി. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക സ്കൂളാണ് മൂന്നാർ നല്ലതണ്ണിയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ. തപാൽ വകുപ്പിന്റെ ബംഗളൂരു സോണിൽ നിന്നുള്ള 17 അംഗ ടീമാണ് സ്കൂളിലെത്തിയത്. തിരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികൾക്ക് കത്തെഴുത്ത് മത്സരം, മുഴുവൻ കുട്ടികൾക്കുമായി സമൂഹ മാധ്യമങ്ങൾക്ക് പകരം കത്തുകളും പോസ്റ്റ് കാർഡുകളും ഉപയോഗിക്കുന്നതിന്റെ ഗുണഫലങ്ങൾ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചു. ഡയറക്ടർ ഓഫ് പോസ്റ്റൽ സർവീസ് ദിൽഷ പന്നു ഹണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്കൂളിലെത്തിയത്. This all women bike rally started from Bangalore to Pondicherry to Rameshwaram to Kanyakumari and Munnar, from Munnar to Mysore and back to Bangalore. We are planning to cover 2,000 kilometers on bike. And the mission that we have here now is that we are meeting a lot of students, a lot of people on the way, and we are trying to encourage this young generation to spend some time with letters, writing postcards also. Because it is a very creative activity. When you hold a pen and pen down your thoughts on a piece of paper, you are putting some effort into that. You are spending some time in translating your thoughts and putting it on a piece of paper. It certainly reaches
the recipient in a very positive way. Though in today's world we can send WhatsApp messages and emails to a lot of people, and you can do it in seconds, and certainly because there is technology we are supposed to use it, there is no doubt about it. However, it does not mean that we stay away from letters, because letters are a very personalized form of communication. When you are sending it to your loved ones, to people whom you care for, they know the love and affection. They receive that love and affection that you are sending through the letters. ബംഗളൂരുവിൽ നിന്നും ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്ന സംഘം പുതുച്ചേരി, രാമേശ്വരം, കന്യാകുമാരി, മൂന്നാർ, മൈസൂർ എന്നിവിടങ്ങളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വ്യത്യസ്ത ഭാഷകളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടമെന്ന നിലയിലാണ് മൂന്നാർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാനാധ്യാപിക സിസ്റ്റർ ജയന്തി സേവ്യറുടെ നേതൃത്വത്തിലുള്ള അധ്യാപകർ സംഘത്തെ സ്വീകരിച്ചു. ചടങ്ങിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ വാർഷിക സമ്മേളനം പഴയ പാമ്പനാർ താലൂക്ക് യൂണിയൻ കാര്യാലയത്തിൽ വെച്ച് നടന്നു. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TN ചന്ദ്രശേഖരൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ പ്രതിഷ്ഠാ ചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചതോടെയാണ് വാർഷിക സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TN ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം ധനസമ്പദ ശത്രുവൃത്തി വിനാശായ ദീപജ്യോതി പരബ്രഹ്മം ദീപം സർവതമോഹം ദീപേന സാധ്യതേ സർവം സന്ധ്യാദീപം നമസ്തുതേ. ഞാൻ പറയാമല്ലോ, പല പല സംഘടനകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെയൊക്കെ നീ ഒരു കുടക്കീഴിൽ ഒരു ആശയത്തിൻ്റെ കീഴിൽ നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം അവരൊക്കെ തന്നെയും ഇപ്പം തന്നെ വിവിധ സംഘടനകൾ അഖില കേരള വിശ്വകർമ്മ മഹാസഭ എടുത്ത് കഴിയുമ്പോൾ തന്നെ പല സംഘടനകളായി 8 ഗ്രൂപ്പുകളുണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അതേമാതിരി അത് മാറിക്കുക. നമ്മുടെ സംഘടനയും ഒട്ടും വ്യത്യസ്തമല്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ പല ഗ്രൂപ്പുകളായിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുക എങ്കിൽ തന്നെ ഇവിടെ തന്നെ നമുക്കറിയാം മറ്റ് സംഘടനകളുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായേ മതിയാകും. കാരണം അതിനുവേണ്ടിയാണ് ഈ സംസ്ഥാന നേതൃത്വം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാനീ പറഞ്ഞ കാര്യം, നമ്മൾ ഏറ്റെടുക്കുന്ന റോളുകൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ആ ഭാഗം അഭിനയിച്ച് തീർക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. പീരുമേട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഗീതു കുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ ട്രഷറർ മുരളി, ബി ബിനു, ജനറൽ സെക്രട്ടറി ഗീതു കുമാർ, ട്രഷറർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ഭരണസമിതി അംഗങ്ങളെ നിലനിർത്തി. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. തങ്കമണി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ കൂടുതൽ ജനകീയമാക്കുന്നതിനായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രാദേശിക സവിശേഷതകൾ ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. പുതുതലമുറകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരുവാനും മാലിന്യമുക്ത നവകേരളത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യുവാനും വിദ്യാർത്ഥികൾക്ക് അവസരം സൃഷ്ടിക്കുന്ന വേദിയാണ് കുട്ടികളുടെ ഹരിതസഭ. കുട്ടികളുടെ ഹരിതസഭയിൽ ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, കില തുടങ്ങിയവയിലെ വിദഗ്ധരുടെ പങ്കാളിത്തത്താൽ ഹരിതസഭയിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾക്ക് വിശദീകരണം തയ്യാറാക്കാൻ പ്രയോജനപ്പെടുന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ 11 സ്കൂളുകളിൽ നിന്നുമായി 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും പറയാം, നമ്മൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടൗൺ പ്രഖ്യാപിച്ചു, പഞ്ചായത്ത് പ്രഖ്യാപിച്ചു, സ്കൂളുകൾ പ്രഖ്യാപിച്ചു. അതിനെല്ലാം കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ നിരന്തരമായ ഒരു പ്രവർത്തനത്തിന്റെ ഫലം കൊണ്ട് തന്നെയാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചത്. എത്രയൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും പെട്ടെന്നൊരു മിഠായി കിട്ടിയാൽ ആ മിഠായി വായിലോട്ടിട്ടാൽ കടലാസ് താഴോട്ടിടുന്നവരുമുണ്ട്. അതും നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകകളാകേണ്ടതാണ്. പുതുതലമുറയ്ക്ക് എന്നും നല്ലൊരു മാതൃകയാകേണ്ടവർ തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതെന്നും മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ പാകത്തിന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്.
സ്കൂളുകളിൽ മികച്ച രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പാക്കി റിപ്പോർട്ട് അവതരിപ്പിച്ച കാൽവരി സ്കൂളിന് 1ാം സ്ഥാനവും തങ്കമണി സെന്റ് തോമസ് LP സ്കൂളിന് 2ാം സ്ഥാനവും നെല്ലിപ്പാറ സെന്റ് സേവ്യർ LP സ്കൂളിന് 3ാം സ്ഥാനവും ലഭിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡലുകൾ കരസ്ഥമാക്കിയ കാൽവരി മൗണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളായ ദേവപ്രിയ ഷൈബു, അലീന സജി, ഡെവീന റോബി, ദേവനന്ദ ഷൈബു എന്നിവരെയും ഇവരെ പരിശീലിപ്പിച്ച കായികാധ്യാപകൻ ടിബിൻ ജോസഫിനെയും അനുമോദിച്ചു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ദിവ്യമോൾ സേവ്യർ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെനി റോയി കുട്ടികൾക്കായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MJ ജോൺ, സോണി ചുള്ളാമടം, ഷെർലി ജോസഫ്, ഷൈനി മാവൂലിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭകൾ നടക്കുന്നത്. ഹരിതസഭയിലേക്ക് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ പ്രദേശത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവസ്ഥ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കി സഭയിൽ അവതരിപ്പിച്ചു. തങ്ങളുടെ പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ, മാലിന്യം കത്തിക്കുന്നത്, വലിച്ചെറിയുന്നത്, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, നിലവിലുള്ള വെല്ലുവിളികൾ, ദ്രവ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഹരിതസഭയിൽ ചർച്ച ചെയ്തു. കുട്ടികൾ കണ്ടെത്തിയതും ശേഖരിച്ചതുമായ നിർദ്ദേശങ്ങൾ ഹരിതസഭയിൽ രേഖപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി തന്നെ നിരവധി ക്യാമ്പയിനുകൾ, വിവിധ പ്രോഗ്രാമുകൾ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലുടനീളം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾ, വളർന്നു വരുന്ന തലമുറ മാലിന്യമുക്തമായ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടതിനെക്കുറിച്ച്, മാലിന്യമുക്തമായ ഒരു പ്രകൃതി അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് അവബോധം വളർത്തുകയും അവരെ നല്ല പൗരന്മാരായി സമൂഹത്തിന് മാതൃകയുള്ളവരായി തീരുന്നതിന് വേണ്ടി പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകളുടെ ഉദ്ദേശം. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കുചേർന്നു. പരിപാടിയിൽ കുട്ടികളുടെ വിവിധ മാലിന്യ ബോധവൽക്കരണ പരിപാടികളും പ്രതിജ്ഞയും ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കലും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, ബിന്ദു മധുക്കുട്ടൻ, സെക്രട്ടറി സുമി കെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതസഭ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു. നമുക്കറിയാം, മാർച്ച് 31 മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഹരിത സ്കൂളുകൾ, ഹരിത സ്ഥാപനങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങളടക്കം എല്ലാം ഹരിതാഭമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഒരു കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലും മാലിന്യമുക്തമായ വീടുകളിലാണെങ്കിലും അവരുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും മാലിന്യമുക്തവുമായി പങ്കുചേരുന്നതിനും അവർക്ക് നല്ലൊരു പങ്കാളിത്തം വഹിക്കാൻ കഴിയും. നാളത്തെ തലമുറയെ നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മാലിന്യമില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചാണ് ഹരിതസഭ നടത്തിയത്. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വിദ്യാലയങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലാത്തപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായത്തോടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുക തുടങ്ങിയവയാണ് ഹരിതസഭയുടെ ലക്ഷ്യങ്ങൾ. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമോൾ രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ്, JPM കോളേജ് MSW വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. റാമ്പുകളിൽ തരംഗമാവുകയാണ് നേപ്പാളിൽ നിന്നെത്തിയ ഒരു പൊറോട്ട മേക്കർ. ജീവിതം കരുപ്പിടിപ്പിക്കാൻ പൊറോട്ട വീശുമ്പോഴും മോഡലിംഗിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നേപ്പാളുകാരനായ അക്കൽ ടൈലയെ ഫാഷൻ റാമ്പുകളിൽ എത്തിച്ചത്. ഹോട്ടൽ ജോലിയുടെ തിരക്കിനിടയിലും സ്വപ്നങ്ങൾ നേടിയെടുത്ത ഈ യുവാവിൻ്റെ വിശേഷങ്ങളാണിനി.
നെടുങ്കണ്ടംകാരുടെ അക്കൂസേട്ടനാണ് അക്കൽ. നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലിയിലെ അല്ലൂസ് തട്ടുകടയിൽ നല്ല ചൂട് പൊറോട്ടയും ദോശയും ഓംലെറ്റുമൊക്കെ ഒരുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഫാഷൻ റാമ്പുകളിലെ താരവുമാണ്. ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് നേപ്പാൾ ദംഗതിയിൽ നിന്നും ജ്യേഷ്ഠനും മാതാപിതാക്കൾക്കുമൊപ്പം അക്കൽ നെടുങ്കണ്ടത്തെത്തിയത്. മാതാപിതാക്കൾ പിന്നീട് തിരികെ മടങ്ങിയെങ്കിലും അക്കലും ചേട്ടനും ഇപ്പോൾ നെടുങ്കണ്ടംകാരനായി. നന്നായി മലയാളം സംസാരിക്കും. തുടക്കം മുതൽ ഹോട്ടൽ ജോലികളായിരുന്നു ചെയ്തു വന്നിരുന്നത്. ഇതിനിടെ പൊറോട്ടയടിക്കാനും പഠിച്ചു. ഹോട്ടൽ ജോലിക്കിടയിലും തന്റെ മോഡലിംഗ് സ്വപ്നം വിട്ടുകളയാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നില്ല. 2 വർഷം മുൻപ് ആഗ്രഹം കൂടുതൽ കാര്യമായി എടുത്ത പരിശ്രമം ആരംഭിച്ചു. ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ അമ്മ അച്ഛനൊക്കെ നാട്ടിൽ പോയിട്ട് 2 വർഷമായി. അപ്പോൾ ഞാൻ വന്നിട്ട് മൊത്തം 6-7 കൊല്ലമായി. പിന്നെ മലയാളം നമുക്ക് അത്യാവശ്യം നല്ലപോലെ അറിയും. പിന്നെ മോഡലിങ്ങിൻ്റെ കാര്യം 2 വർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു. കാണുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ റാമ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 കേരള കോൺഫിഡൻറ്റ് ഐക്കണാണ് എനിക്ക് കിട്ടിയത്. നിരവധി ഫാഷൻ ഷോകളിൽ ഇതിനകം പങ്കെടുത്ത അക്കൽ കഴിഞ്ഞിടെ എറണാകുളത്ത് നടന്ന ഫാഷൻ സൂം മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായും തിരഞ്ഞെടുക്കപ്പെട്ടു. പരസ്യ ചിത്രങ്ങളിലും മുഖം കാട്ടി. തുടക്കത്തിൽ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും തളരാതെ തുടർച്ചയായി പരിശ്രമിച്ചതാണ് ഈ പൊറോട്ട മേക്കർക്ക് വിജയം നേടിക്കൊടുത്തത്. കാരണം ഞാൻ കൊല്ലത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ആഗ്രഹം തോന്നി കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡലിംഗ് ചെയ്ത്. പിന്നെ എന്നെ കുറേ കൂട്ടുകാർ 2 ആൾക്കാർ പറഞ്ഞ് എനിക്ക് നല്ല ലുക്സ് ഉണ്ട്, നല്ല ഫിറ്റ്നസ് ഉണ്ട്, മോഡലിനെ ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞു. പക്ഷേ മോഡലിനെ ഇറങ്ങിയിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നിർത്താൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് ചെയ്യാമെന്ന് ഓർത്തിട്ട് പക്ഷേ നിർത്തിയില്ല. അല്ലൂസ് തട്ടുകട ഉടമ അൽ അമീനും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് അക്കലിന്റെ മുതൽക്കൂട്ട. ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ അക്കൽ പോകുമ്പോൾ കട അടച്ചിടേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ജീവിതം കരുപിടിപ്പിക്കാൻ കേരളമേകിയ കരുത്ത് മോഡലിംഗിലെ തന്റെ സ്വപ്നങ്ങൾ നേടാനും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 70, വിൽപ്പനയ്ക്ക് വന്നത് 16,020, വിൽപ്പന നടന്നത് 15,601, കൂടിയ വില 3,319, ശരാശരി വില 2,935. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 615 രൂപ, ഏലം കൂടിയ വില 2,700, ഏലം ശരാശരി വില 2,200, കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പൂ 900, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,995 രൂപ, വെള്ളി 99. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മലയോര ജനതയെ വഴിയാധാരമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താനൊരുങ്ങി ജില്ലയിലെ UDF നേതൃത്വം. നവംബർ 20 ചെറുതോണിയിൽ നടക്കുന്ന പരിപാടി UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ഡിസംബറിൽ വിചാരണ സദസ്സുകളും ജനുവരി 15 മുതൽ വാഹനജാഥയും പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിക്കുമെന്നും നേതൃത്വം. CHR വിഷയത്തിൽ ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുക, ഇടുക്കി ജനതയോടൊപ്പം നിൽക്കുന്ന LDF സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി DYFI ജില്ലാ കമ്മിറ്റി 20 രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ യുവജന കൂട്ടായ്മ നടത്തും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. ഉപ്പുതറ കിഴുകാനത്ത് ദുരിത ജീവിതം നയിക്കുന്ന ഈറ്റയ്ക്കൽ ചെല്ലമ്മ മാധവനെ സഹായിക്കുന്നതിനായി കൈകോർത്ത് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയത് ചെല്ലമ്മയുടെ ദുരിത ജീവിതം HCN വാർത്തയാക്കിയതിന് പിന്നാലെ HCN ഇമ്പാക്ട്. അയ്യപ്പൻകോവിൽ അയിരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക തീർത്തു നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി പ്രതിഷേധിച്ചു. ശമ്പളം കുടിശ്ശികയായതോടെ ഒരാൾക്ക് 1 ഏക്കർ തോട്ടം വീതം യൂണിയനുകൾ വീതിച്ചു നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സമരം ശക്തമാക്കുമെന്ന് ട്രേഡ് യൂണിയൻ നേതൃത്വം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.